നമസ്കാരം. ട്രംപിന്റെ വികലമായ സാമ്പത്തിക നയങ്ങളും അധിനിവേശ നയങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ഇന്ത്യക്കെതിരെ 50% താരിഫ് ഏർപ്പെടുത്തി. 25% റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട താരിഫും 25% പൊതു താരിഫും. തീർന്നില്ല. വെനസ്വലയ്ക്ക് നേരെ ആക്രമണം നടത്തി. വെനസ്വലയുടെ പ്രസിഡന്റിനെ രാഖി രാമായണം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് പോലും അറിയില്ല. ഇനി വരുന്ന നാളുകളിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇങ്ങനെ ട്രംപ് അധിനിവേശ നയങ്ങളോടൊപ്പം തന്നെ തൻ്റെ പ്രത്യേക തരത്തിലുള്ളതായിട്ടുള്ള സാമ്പത്തിക നയത്തിൻ്റെ പേരിൽ കൂടി ലോകത്തെ വരിഞ്ഞു കെട്ടാൻ നോക്കുകയാണ്. ഇപ്പോൾ ഗ്രീൻലാൻഡിന് മേലുള്ള US നിയന്ത്രണത്തിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പ് ഉണ്ടായത് കാരണം ആ രാജ്യങ്ങൾക്കെതിരെ 10% ഇറക്കുമതി നികുതി ഈടാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നതാണ് ഡൊണാൾഡ് ട്രംപ്. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, നെതർലാൻഡ്, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾക്ക് താരിഫ് നേരിടേണ്ടി വരുമെന്നും ജൂൺ 1 മുതൽ അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡ് പൂർണ്ണമായും വാങ്ങുന്നതിനുള്ള കരാർ നിലവിൽ വന്നില്ലെങ്കിൽ അത് 25% ഉയർത്തുമെന്നും പറഞ്ഞു. ട്രംപ് നാറ്റോ സഖ്യകക്ഷികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ വളരെ രൂക്ഷവും അപകടകരവുമായിട്ടുള്ള രീതിയിലാണ് മാറുന്നത്. 1949 മുതൽ യൂറോപ്പിനും വടക്കേ അമേരിക്കയ്ക്കും വളരെ കൂട്ടായി നിലനിൽക്കുന്ന ഒരു നാറ്റോ സഖ്യത്തെയാണ് ഇപ്പോൾ ട്രംപ് സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത്. സഖ്യകക്ഷികളെയും എതിരാളികളെയും ഒരേപോലെ തൻ്റെ ഇഷ്ടത്തിന് വഴങ്ങാൻ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ച വ്യാപാര പിഴകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ചില രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾക്ക് പോലും തടസ്സമുണ്ടാക്കുന്നുണ്ട്. ചൈന, ബ്രസീൽ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും ട്രംപ് പഠിക്കാൻ ഇതുവരേക്കും തയ്യാറായിട്ടില്ല. US നിയമപ്രകാരം ട്രംപിന് ഇങ്ങനെ അനധികൃതമായി താരിഫ് ചുമത്താൻ കഴിയുമോ എന്നതുപോലും വ്യക്തമല്ല. എന്നിരുന്നാലും നിലവിൽ US സുപ്രീം കോടതിയിൽ ഈ നയങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കേസുകൾ അടിക്കടി നിലവിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ബ്രിട്ടൻ, നെതർലാൻഡ്, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ അടുത്തിടെ ഗ്രീൻലാൻഡിലേക്ക് നടത്തിയ യാത്രകളും നാറ്റോ സഖ്യകക്ഷിയായ ഡെൻമാർക്കിൻ്റെ അർദ്ധ സ്വയംഭരണ പ്രദേശം വാങ്ങാനുള്ള തൻ്റെ ശ്രമങ്ങളോടുള്ള പൊതുവായ എതിർപ്പിനും പ്രതികരണമായിട്ടാണ് ട്രംപ് അധിക തീരുവ ചുമത്തിയത് എന്ന് ട്രൂത്ത് സോഷ്യൽ ട്രംപ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. US ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ഗ്രീൻലാൻഡ് അത്യാവശ്യമാണെന്നും റഷ്യയും ചൈനയും ദ്വീപ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് താൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നും ട്രംപ് വാദിച്ചു. വാഷിംഗ്ടണുമായുള്ള സാമ്പത്തിക സുരക്ഷാ ബന്ധം നിലനിർത്തുന്നതിനായി കഴിഞ്ഞ വർഷം ട്രംപ് 15% താരിഫ് യൂറോപ്പിലെ നിരവധി രാജ്യങ്ങൾക്കെതിരെ നടപ്പിലാക്കിയിട്ടും അവ സമ്മതിക്കുകയായിരുന്നു വിവിധ രാജ്യങ്ങൾ. എന്നിട്ട് പോലും യൂറോപ്പിനെതിരെ ഇത്രയും വലിയ ഒരു നീതികേടാണ് ഇപ്പോൾ ട്രംപ് കാണിച്ചിരിക്കുന്നത്. യൂറോപ്പ് ട്രംപിൻ്റെ അഭിലാഷങ്ങൾക്ക് നേരെ പ്രതിരോധം സൃഷ്ടിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നയം യൂറോപ്പിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ട്രംപിൻ്റെ ന്യായവാദം. എന്തൊക്കെ തന്നെ ന്യായവാദങ്ങൾ നിരത്തിയാലും ട്രംപിനെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുവാനായിട്ട് യൂറോപ്യൻ യൂണിയൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതായത് ലോകരാജ്യങ്ങൾക്കെതിരെ അമേരിക്ക നടത്തുന്ന ഈ ഒരു നീക്കം കാരണം ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരു വിശേഷമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സത്യത്തിൽ ഭ്രാന്തനായിട്ടുള്ള, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പേ പിടിച്ച നായയ്ക്ക് സമാനമായിട്ടുള്ള ഒരു നയങ്ങളുമായിട്ടാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതെന്തായാലും ഒരു കാരണവശാലും ട്രംപിന് ഒരു നല്ല രീതിയിൽ അമേരിക്കയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാൻ തക്ക വിധമുള്ള ഒരു പോളിസിയല്ല. തീർച്ചയായിട്ടും ഇതിന് തക്കതായ ഒരു തിരിച്ചടി തന്നെ ലോകത്തിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. അതായത് അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ലോകരാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അമേരിക്കയുടേത്. പക്ഷേ അമേരിക്ക കാണിച്ച ഈ ചെയ്തി ഇന്ത്യയെ വളരെയധികം അകറ്റി അമേരിക്കയിൽ നിന്നും. ഇപ്പോൾ ഇറാനുമായിട്ട് ഇന്ത്യ നടത്തുന്ന സാമ്പത്തിക ബന്ധത്തിനെതിരെയും അമേരിക്ക ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. അതായത് ഇറാനുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കച്ചവട ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് നേരെയും ഇത്തരത്തിലുള്ള വൻ താരിഫാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ചഹബാർ പോർട്ട് അവിടെ നിന്ന് പിൻവലിക്കാൻ തയ്യാറല്ല. ചബഹാർ പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോകും. ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനും ലോകരാജ്യങ്ങളുമായിട്ടുള്ള ഒരു വിപണി സൃഷ്ടിച്ചെടുക്കുന്നതിനും ചഹബാർ പോർട്ട് ഏറെ അനിവാര്യമാണ്. ഇത് സെൻട്രൽ ഏഷ്യയിലേക്കും റഷ്യയിലേക്കുമുള്ള ഇന്ത്യയുടെ ഒരു വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്
ഇത്തരമൊരു ചഹവാർ പോർട്ട് ഇനിഷ്യേറ്റീവുമായിട്ട് ഇന്ത്യ മുന്നോട്ട് ഇറങ്ങിയത്. അതായത് ചൈന നടത്തുന്ന ഒരു ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിന് പകരമായിട്ടാണ് ഇന്ത്യയുടെ ഒരു ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് തന്നെയാണ് ഈ ചഹവാർ പോർട്ട്. അതിനാണ് ഇപ്പോൾ അമേരിക്ക തുരങ്കം വയ്ക്കുവാൻ ശ്രമിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇറാനോട് വിരോധമാകാം, അമേരിക്ക ഇറാനും തമ്മിൽ വിരോധമാകും, പക്ഷേ ആ രാജ്യവുമായി കച്ചവട ബന്ധം നിലനിർത്തുന്ന രാജ്യങ്ങൾക്ക് നേരെ കൂടി ഇത്തരത്തിലുള്ളൊരു നയം സ്വീകരിക്കുന്നത് ഒട്ടും നീതികരമായ ഒരു കാര്യം തന്നെയല്ല. പ്രത്യേകിച്ചും ഇപ്പോൾ ഗ്രീൻലാൻഡിനെ പിടിച്ചടക്കുവാൻ വേണ്ടിയിട്ട്, ഗ്രീൻലാൻഡിൻ്റെ അമേരിക്കയുടെ വികലമായ നയങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രീൻലാൻഡിനെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് സ്വാഭാവികമായി ഇതിനെ എതിർക്കേണ്ടി വരും. ഈ എതിർപ്പിനെ തുടർന്ന് വീണ്ടും ആ രാജ്യങ്ങളെ നിശബ്ദമാക്കുവാൻ വേണ്ടിയിട്ട് അവർക്കെതിരെ താരിഫുകൾ ഏർപ്പെടുത്തുന്ന നടപടി ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ചും ഡെൻമാർക്ക് പോലുള്ള പ്രദേശങ്ങൾക്കെതിരെ ഇത്തരത്തിൽ താരിഫ് ഏർപ്പെടുത്തുന്നത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. വെനസ്വലയുടെ എണ്ണ ട്രംപിന് വേണം, അതേപോലെ തന്നെ വിവിധ ലോകരാജ്യങ്ങൾക്ക് നേരെ താരിഫുകൾ ഏർപ്പെടുത്തണം. അമേരിക്ക വലിയൊരു അങ്കലാപ്പിലാണ്. ഒപ്പം ട്രംപ് തൻ്റെ ബിസിനസ് ശൃംഖല നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ് ഇതിന് പിന്നിൽ നടത്തുന്നതെന്നാണ് ലോകം വിലയിരുത്തുന്നത്. അതായത് അമേരിക്കയ്ക്ക് മൊത്തത്തിൽ വലിയ ഭയമാണ്. അതായത് പെട്രോ ഡോളർ, ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഡോളർ വഴിയാണ് സാമ്പത്തിക വിനിമയം നടത്തിയിരുന്നത്. ഈ ഡോളർ ഇപ്പോൾ ഒഴിഞ്ഞു പോയതിനു ശേഷം ആ സ്ഥലത്ത് വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ ലോക്കൽ കറൻസികൾ കൊണ്ട് തന്നെ സാമ്പത്തിക ബന്ധം, കച്ചവട ബന്ധം നിലനിർത്തുന്നതും കച്ചവടം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യ ഇറാനുമായി എണ്ണ വിപണിയിൽ എണ്ണയുടെ കച്ചവടം നടത്തുന്നത് രൂപയുടെ അടിസ്ഥാനത്തിലാണ്, രൂപ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ റഷ്യയുമായി നടത്തുന്ന റൂബിളിൻ്റെ അടിസ്ഥാനത്തിൽ, റഷ്യൻ കറൻസിയായ റൂബിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വിവിധ രാജ്യങ്ങളുമായിട്ട് കച്ചവട ബന്ധം അതാത് രാജ്യങ്ങളുടെ കറൻസികൾ ഉപയോഗിച്ചുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് ഒരു അസ്ഥിരത ഉണ്ടാക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെയുള്ള ഒരു ഭയാശങ്കകൾ കാരണമാണ് ഇത്തരത്തിലുള്ള വികലമായ നയങ്ങൾ അമേരിക്ക സ്വീകരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഇത്തരത്തിലുള്ള നയങ്ങൾ മറ്റ് രാജ്യങ്ങളെ വീണ്ടും അമേരിക്കയുടെ പരിധിയിൽ വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് ചേർന്ന് അമേരിക്കയ്ക്കെതിരെ പോരാടിയാൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ പോലും സാധിക്കില്ല. നാളെ അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ വളരെ വ്യാപകമായ പ്രതിഷേധമുണ്ടാകും. ഒരുപക്ഷെ ഇറാൻ ഉണ്ടായതിനേക്കാൾ വലിയ പ്രതിഷേധങ്ങൾ അമേരിക്കയ്ക്കകത്തുനിന്നുണ്ടാകും. ആ രീതിയിലുള്ള സമീപനങ്ങളാണ് ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഈ രീതിയിൽ ഗ്രീൻലാൻഡിനെ പിടിച്ചടക്കുവാൻ ശ്രമിക്കുന്നത് ഒട്ടും ആശാസ്യകരമായ സംഭവമേ അല്ല. നാളെ ഇന്നലെ വെനസ്വല, ഇന്ന് ഗ്രീൻലാൻഡ്, നാളെ മറ്റേതെങ്കിലും രാജ്യത്തിനെതിരെയും അമേരിക്ക ഈ രീതിയിലുള്ള ഒരു നയം സ്വീകരിക്കാം. അത് കണക്ക് കൂട്ടുന്ന ലോകം കൃത്യമായി ഇതിനെ ഒരു തിരിച്ചടി കൊടുക്കുന്നതാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.